വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞാൻ അശ്വിനി. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫുഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഫുഡ് എന്ന് പറയുമ്പോൾ ഇന്ന് ക്രിസ്മസ് ഒക്കെ അല്ലേ. അപ്പോൾ ക്രിസ്മസ് ആയിട്ട് ഒരു കേക്കിൽ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാം. ഓവനും ബീറ്ററൊന്നും ഇല്ലാണ്ട് എളുപ്പത്തിലൊരു കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ, പ്ലം കേക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മുടെ കേക്കിനായിട്ട് ആദ്യം നമുക്ക് ഒരു പിടി കരയാമ്പൂവ് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ എത്ര പൊടിയൊന്നും നമുക്ക് ആവശ്യമായി വരില്ല. പിന്നെ നമ്മൾ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലാണ് കേട്ടോ അളവുകളൊക്കെ എടുക്കുന്നത്. അതാവുമ്പോൾ എല്ലാവരുടെ കയ്യിലുണ്ടാവുമല്ലോ. എല്ലാ അളവുകളും നമ്മൾ ഈ ഗ്ലാസ് വെച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് ഒരുമിച്ചിടാം. അതിനായിട്ട് ആദ്യം ഈ ഗ്ലാസ്സിൽ അര ഗ്ലാസ് ഉണക്കമുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. കറുത്ത കുരുവില്ലാത്ത മുന്തിരി എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. എനിക്കിവിടെ അത് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഈ മുന്തിരി അര ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി ടൂട്ടി ഫ്രൂട്ടി ഞാനൊരു 4 ടീസ്പൂണ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് നല്ല ചുവന്ന ചെറുതാക്കി അരിഞ്ഞിട്ട് കേട്ടോ, അത് 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിൻ്റെ എണ്ണം കൂട്ടാം കേട്ടോ. എത്ര എണ്ണ നിങ്ങളുടെ കയ്യിലുള്ള വെച്ചെങ്കിൽ നിങ്ങൾക്ക് അളവുകളൊക്കെ കൂട്ടിയെടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അതവിടെ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് പഞ്ചസാര എടുക്കാം. പഞ്ചസാര ഞാൻ ഈ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിൽ നിറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ഒരേ ലെവൽ വരുന്ന രീതിയിൽ വേണം എടുക്കാൻ. അതായത് ഗ്ലാസിൻ്റെ വക്കിൻ്റെ അതേ ലെവലിൽ എടുത്താൽ മതി. ഇനി ആ ഗ്ലാസ്സിലെ പകുതി പഞ്ചസാര നമുക്ക് പൊടിച്ചെടുക്കണം. അത് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ പൊടിച്ച പഞ്ചസാര എന്നിട്ട് പൊടിച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചീഞ്ചട്ടിയിൽ ആ പൊടിക്കാത്ത അര ഗ്ലാസ്സുള്ള പഞ്ചസാരയില്ലേ, അതൊന്ന് കാരമലൈസ് ചെയ്യാം കേട്ടോ. അതിനായിട്ട് ചീഞ്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ആ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2 ടീസ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി അതവിടെ ഇരുന്നിട്ട് ഒന്ന് മെൽറ്റ് ആവട്ടെ കേട്ടോ. മെൽറ്റ് ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പഞ്ചസാരയൊക്കെ എന്നിട്ട് ഒന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഇവിടെ മെൽറ്റായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. പക്ഷേ ഈ കളർ നമുക്ക് പോരാ കേട്ടോ. ആ കളറ് ഒന്നും കൂടി ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട് നമുക്ക് തീ ഒന്ന് കൂട്ടി കൊടുക്കാം. കൂട്ടി കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൂടുതലാവാൻ കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ഇത് നമുക്ക് കൈയെടുക്കാതെ ഒന്നും ഇളക്കി കൊടുത്തിട്ട് നമുക്കതിൻ്റെ കളറ് മാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ഇനി അതിലേക്ക് വെള്ളം ഒഴിക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ കുറേശ്ശെ ആയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. കാരണം എന്താ വെച്ചാൽ നല്ലോണം ചൂടായിട്ടാണല്ലോ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ കയ്യിലേക്കൊക്കെ പൊട്ടിത്തെറിച്ചിട്ട് കൈമേലൊക്കെ പൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ആ ലായനി ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആ ലായനി ഒന്ന് ഇതാക്കി ഇളക്കി അതൊന്ന് തിളയ്ക്കണേക്കാളും മുമ്പായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ, അത് കുറേശ്ശെ ആയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് അതിൽ കിടന്നിട്ട് സോക്കാവണം കേട്ടോ. സോക്കായിട്ട് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ കിടന്നിട്ട് ഒന്ന് നന്നായി തിളച്ച് വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് നേരം നമുക്കതവിടെ ഇരുന്നോട്ടെ. അപ്പോൾ അതുവരെ നമുക്കവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കാം. ഇനിയിപ്പോൾ നന്നായി തലയൊക്കെ വന്നു തുടങ്ങുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് കുറേശ്ശെ ഒന്ന് വറ്റി വരണം കേട്ടോ. ആ വറ്റി വരണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഒന്ന് ആ ലായനിയിലൊക്കെ ഒന്ന് പിടിച്ച് വരണമല്ലോ. അപ്പോൾ അതിലൊന്ന് സോക്കാവണ വരെ ഇങ്ങനെ തിളച്ചിട്ട് വന്ന് ആ ലായനി ഒന്ന് ഒരിത്തിരി കട്ടിയാവണ വരെ, അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന് ഒരിത്തിരി കട്ടിയാവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫുള്ളായിട്ട് വറ്റിയിട്ടില്ല, എന്നാലും കുറേശ്ശെ വെള്ളം ഇനി അതിലേക്ക് ഒരു പിഞ്ച് കരയാമ്പൂവ് പൊടിച്ചത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് നേരം നന്നായിട്ട് തിളച്ചോട്ടെ കേട്ടോ. ആ കരയാമ്പൂവ് പൊടിച്ചതും കൂടി അതിൽ നല്ല മിക്സ് ആവണ വരെ നമുക്ക് നല്ല മിക്സ് ചെയ്തിട്ട് തിളച്ച് ഒന്ന് വറ്റി വന്നോട്ടെ. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ഒരിത്തിരി കട്ടിയാവണ രീതിയിൽ വരെ നമുക്കത് തിളച്ച് ഒന്ന് വറ്റി വന്നിട്ട് ഇരുന്നോട്ടെ കേട്ടോ. ഇനി അത് കഴിഞ്ഞ് അതൊന്ന് വറ്റി വന്ന് കറക്റ്റ് അതിൻ്റെ കൺസിസ്റ്റൻസി ഒരിത്തിരി നല്ലോണം കട്ടിയാവാൻ പാടില്ല. ഒരിത്തിരി വെള്ളം അതിൽ ബാക്കി നിൽക്കണം. എന്നിട്ട് അത് ഇളക്കിയിട്ട് അതൊന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ മൈദ ഒന്ന് അരിച്ചെടുക്കുക. 1 ഗ്ലാസ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് അരിപ്പയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ചെറിയ സ്പൂണ് ബേക്കിംഗ് പൗഡറും അതുകൊണ്ട് തന്നെ 1 സ്പൂണ് ബേക്കിംഗ് സോഡയും 1 സ്പൂണ് ഉപ്പുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അത് നമുക്ക് ആ മൈദ നന്നായിട്ട്
അരിച്ചെടുക്കുക കേട്ടോ. ഒരു 2-3 തവണയൊക്കെ ഞാൻ അരിച്ചെടുക്കാറുണ്ട്. അത് എല്ലാ ഇതും കൂടി എല്ലാ പൊടിയും കൂടിയിട്ട് നന്നായി മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 2-3 തവണ അങ്ങനെ അരിച്ചെടുക്കുമ്പോഴേക്കും എല്ലാതും കൂടിയിട്ട് നല്ല മിക്സായിട്ട് വരും. അപ്പോൾ ഇനി അതിങ്ങനെ 3 തവണ തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ നന്നായി മിക്സ് ആവണ വരെ നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് അതൊന്ന് നമുക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഒരു ബിരിയാണി പോട്ടാണ് എടുത്തിട്ടുള്ളത്. പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ബിരിയാണി പോട്ട് ഒരു 10 മിനിറ്റ് നമ്മളത് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബാറ്റർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ചെറിയ സ്പൂൺ നിറച്ച് വാനില എസൻസും ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. ഇനി ആ അടിച്ചെടുത്ത ബാറ്ററിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയില്ലേ അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊരു 15 സെക്കൻഡ് അടിച്ചെടുത്തിട്ട് നേരത്തെ അടിച്ച അതേപോലെ തന്നെ കേട്ടോ അടിച്ചെടുക്കുക. അടിച്ചെടുത്ത് വന്നിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് നേരത്തെ എടുത്ത ഗ്ലാസ്സിൽ ഗ്ലാസ് സൺഫ്ലവർ ഓയിലും കൂടിയിട്ട് അടിച്ചെടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇനി അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇനി അതെല്ലാം കൂടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. ആ ബൗളിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഡ്രൈ ഫ്രൂട്ടിൻ്റെ മിക്സും പിന്നെ ഇപ്പോൾ അടിച്ചെടുത്തിട്ടുള്ള ബാറ്ററും കൂടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ തരിയൊന്നും ഇല്ലാണ്ട് നല്ലതിൽ മിക്സ് ചെയ്തിട്ട് എടുക്കണം. പിന്നെ അതിലേക്ക് പിന്നെ ചെയ്യേണ്ടത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിലേക്ക് കാഷ്യൂ ഇട്ട് കൊടുക്കണം. അപ്പോൾ കാഷ്യൂ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു പിടി കാഷ്യൂ എടുത്തിട്ട് ഞാൻ ഒരു പൊടിച്ചിട്ട് നന്നായി പൊടിക്കണില്ല, ഒന്ന് ഇടിച്ചിട്ട് അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂണ് ചെറിയ സ്പൂണിൽ ഒരു സ്പൂണ് നമ്മുടെ കരയാമ്പൂവ് പൊടിച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായി ഇളക്കി കൊടുത്ത് അങ്ങനെ മിക്സൊക്കെ നന്നായിട്ട് വരിക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള മൈദ അതിലേക്ക് ആ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കുറേശ്ശെ ആയിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. അങ്ങനെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലതിൽ നന്നായി മിക്സ് ചെയ്തിട്ട് വരും. അപ്പോൾ അതിങ്ങനെ നന്നായി മിക്സ് ചെയ്യുക. അതിന് ശേഷം ഇങ്ങനെ തരിയൊന്നും ഇല്ലാണ്ട് വേണം കേട്ടോ നന്നായിട്ട് ഇങ്ങനെ എടുക്കുക. കട്ടയൊന്നും ഇല്ലാണ്ട് വേണം നന്നായി ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സും അതൊക്കെ നന്നായി മിക്സ് ആയിട്ട് വരണം. ഇനി അതിലേക്കാണ് മെയിൻ സാധനം ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഓറഞ്ച് സെസ്റ്റ് എന്ന് പറയും. അതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് കൂട്ടണ നമ്മുടെ കേക്കിലെ ഏറ്റവും ടേസ്റ്റ് കൂട്ടണ സാധനമാണ് ഓറഞ്ച് സെസ്റ്റ് എന്ന് പറഞ്ഞത്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. എനിക്ക് ഇവിടെ നിന്ന് ഷോപ്പിൽ നിന്നൊന്നും കിട്ടിയില്ല. ഓറഞ്ച് സെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഓറഞ്ച് സെസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അപ്പോൾ അത് നന്നായി ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ പ്രിപ്പറേഷൻസ് ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അത് നന്നായി ഇളക്കി അതിൻ്റെ ആ ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം നന്നായി ഇളക്കി കാരണം താഴത്തേക്ക് അതിങ്ങനെ ഊർന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നന്നായി ഇളക്കി കൊടുക്കാൻ പറയണത്. ഇനി നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന ട്രേ എടുത്തിട്ട് അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ നടുക്കിലൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. പിന്നെ സൈഡിലും അതുപോലെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ബട്ടർ പേപ്പർ ഇല്ല വെച്ചെങ്കിൽ കുഴപ്പമില്ല, സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് ഒന്ന് തൂവി കൊടുത്താൽ ഇങ്ങനെ കുറച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മൈദ ഇങ്ങനെ തൂവി കൊടുക്കാം. മൈദ തൂവി കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുത്താൽ അതിൽ ഈ ബാറ്റർ ഒന്നും ഒട്ടിപ്പിടിക്കില്ല. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ ഈ മിക്സ് ചെയ്തിട്ടുള്ള മിക്സ് അതിലേക്ക് ഒരേ ലെവലിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ അതിൽ ഈ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇളക്കി കൊടുക്കാൻ പറയണത്. അപ്പോൾ അത് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അതിലിട്ട് കൊടുക്കാം. അപ്പോൾ കാഷ്യൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയായിട്ടുള്ളത് വെച്ചെങ്കിൽ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് റിച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വിശാലമായിട്ട് എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാഷ്യൂം ഉണക്കമുന്തിരിയും പിന്നെ അതുപോലെ ചെറിയും പിന്നെ ട്യൂട്ടി ഫ്രൂട്ടിയും എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളും അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണ് ഉള്ളത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച നമ്മുടെ പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ അതിലേക്ക് ഇനി നമ്മുടെ ഇത് ഇറക്കി വയ്ക്കാം. ഒരു 45 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും ഒരു 15 മിനിറ്റ് സ്ലോയിലും ആയിട്ടാണ് നമ്മളിത് ഇടേണ്ടത്. അപ്പോൾ അത്രയും ടൈം കഴിഞ്ഞ് നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കി നോക്കാം. കുത്തി നോക്കി നോക്കുമ്പോൾ കണ്ടോ, നോക്കിയേ, ഇതിൽ ഇതൊന്നും പറ്റി പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ വേവ് ആയിട്ടുണ്ട്. ഇവിടെ നല്ല സൂപ്പറായിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം വേറെ ഇതിലേക്ക് ട്രേന്ന് മാറ്റിയാൽ മതി കേട്ടോ. നല്ല ചൂടാറിയതിന് ശേഷം മാത്രം മതി. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്, സൂപ്പറായിട്ടുണ്ടോയെന്ന്. നമ്മൾ ഇതൊക്കെ നമ്മൾ മാറ്റിയിട്ട് വേണം കേട്ടോ, നമ്മൾ ബട്ടർ പേപ്പറൊക്കെ വെച്ചതൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ വേറെ പ്ലേറ്റിലേക്ക് വയ്ക്കാൻ. നമ്മൾ കട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ കൂടുതലും ഈ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇട്ടതിൻ്റെ ടേസ്റ്റാണ് കൂടുതലുള്ളത്. സൂപ്പറായിരുന്നു. അതെല്ലാം ചെറിയൊക്കെ കാണുന്നുണ്ട്, കാണുമെന്നറിയില്ല. നല്ല സോഫ്റ്റും ഉണ്ട് കേട്ടോ. സൂപ്പർ.